നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മറ്റൊരു പ്രത്യേകത കൂടി ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഒരു കാലില് ഒരു ഒറ്റച്ചിലമ്പ ആ കുട്ടി ഇട്ടിരുന്നത്. എന്റെ ദേവി മഹാമായേ, വിശന്നിരുന്ന ഇവർക്ക് നീ നിവേദ്യ ചോറ് കൊടുത്തു അല്ലേ? മോളെ മോളെ എഴുന്നേക്ക്, നേരെ ഒരുപാടായി. നിങ്ങൾ ഇന്നലെ രാത്രി ഇവിടെയാണോ ചിലവഴിച്ചത്? അതെ തിരുമേനി, അങ്ങനൊരു സാഹചര്യം വന്നുപോയി. സന്ധ്യ കഴിഞ്ഞ് നടയടച്ചാൽ പിന്നെ ഈ വഴിയൊന്നും ആരും വരില്ല. ഒറ്റപ്പെട്ട പ്രദേശമായത്, തൊട്ടടുത്തങ്ങ് ഒരു വീട് പോലും ഇല്ല. അല്ല, തിരുമേനിയുടെ വീട് തൊട്ടടുത്തല്ലേ? അല്ല, എന്റെ വീട് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താ, ചെറുകുന്നിൽ. തിരുമേനിയുടെ മകള് രാത്രി ഇവിടെ വന്നിരുന്നല്ലോ. എന്റെ മകളോ? എനിക്കതിന് പെൺമക്കളില്ലല്ലോ, ഒരു ആൺകുട്ടി മാത്രമേ എനിക്കുള്ളൂ. തിരുമേനിയുടെ മകളാണെന്നല്ലേ ആ കുഞ്ഞ് പറഞ്ഞത്? വിശന്നിരുന്ന ഞങ്ങൾക്ക് ആ കുഞ്ഞ് പടച്ചോറുമായിട്ടാ വന്നത്. നിങ്ങളൊക്കെ മണ്ടത്തരങ്ങളായി ഈ പറയുന്നേ. എന്റെ പെൺകുട്ടി പടച്ചോറുമായിട്ട് വന്നെന്നോ? നിങ്ങൾ വല്ല ദുസ്വപ്നവും കണ്ടതായിരിക്കും. അല്ല തിരുമേനി, ആ കുഞ്ഞ് അതിന്റെ പേര് വരെ പറഞ്ഞു, പാർവതി. മറ്റൊരു പ്രത്യേകത കൂടി ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഒരു കാലില് ഒരു ഒറ്റച്ചിലമ്പ ആ കുട്ടി ഇട്ടിരുന്നത്. എന്റെ ദേവി മഹാമായേ, വിശന്നിരുന്ന ഇവർക്ക് നീ നിവേദ്യ ചോറ് കൊടുത്തു അല്ലേ? പടച്ചോറുമായിട്ട് വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ദേവി തന്നെയായിരുന്നു. രക്ഷിക്കണേ. നിങ്ങൾ ഭാഗ്യമുള്ളവരാ. എന്താ തിരുമേനി? ഒറ്റ ചിലമ്പ് ധരിച്ച കണ്ണകി ദേവിയാ ഇവിടുത്തെ പ്രതിഷ്ഠ. ദേവീ ദർശനം കിട്ടിയല്ലോ. ആവോളം ദൈവാനുഗ്രഹം ഉള്ളവരാ നിങ്ങള്. അതാ ദേവി അന്നദാതാവായി മാറിയത്. ദേവി, മോളെ, നമുക്ക് വിശപ്പടക്കാൻ പടച്ചോറുമായിട്ട് വന്നത് സാക്ഷാൽ ദേവി തന്നെയായിരുന്നു. ദൈവമേ, കുഞ്ഞിനെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും അമ്മേ? കുഞ്ഞിനെ നമുക്ക് കണ്ടെത്താം മോളെ. വരട്ടെ. ആദ്യം തലചായ്ക്കാൻ ഒരിടവാ വേണ്ടത്. അതിനെന്ത് ചെയ്യുന്ന ഞാനിപ്പോ ആലോചിക്കുന്നത്. ഞാൻ കാരണം അമ്മ കൂടി കഷ്ടത്തിലായല്ലോ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇങ്ങനൊന്നും ആലോചിക്കുകയോ പറയുകയോ ചെയ്യരുതെന്ന്.
ഇതുവരെ വഴി നടത്തിയ ദൈവം ഇതിനും ഒരു വഴി കാണിച്ചു തരും. എന്റെ മോള് വിഷമിക്കാതെ. നമുക്കൊന്ന് തിരുനടയിൽ പോയി തൊഴുതാലോ അമ്മേ? കുളിക്കാതെയോ? അത് വേണ്ട മോളെ. അതെ, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി. നന്ദിനി, ഗിരി, ഞാൻ ദൂരെ നിന്നേ കണ്ടു. നന്ദിനിയാണോ സംശയിച്ചു. ഭജനയ്ക്കിരിക്കുന്നവരെ പോലെ തോന്നി. ആ, ഗിരി തൊഴാമെന്നാണോ? അതെ, ഞാൻ ഏറെക്കുറെ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. മീനാക്ഷി, എന്തുണ്ട് വിശേഷങ്ങള്? ഒന്നുമില്ല അങ്കിൾ. ജയറാമിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. വരാൻ പറ്റിയില്ല. ഞാൻ ആ സമയത്ത് വിയറ്റ്നാമിലായിരുന്നു. ഒത്തിരി സങ്കടമുണ്ട് നന്ദിനി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങള് അമ്പലത്തിൽ തൊഴാൻ വന്നതല്ലേ? അതെ ഗിരി. അല്ല, തീർച്ചയായും അല്ല. എന്തോ കുഴപ്പമുണ്ട്. നന്ദിനി എന്നോട് കള്ളം പറയാ. നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അതെന്താണെന്ന് എന്നോടൊന്ന് തുറന്നു പറയണം. പറയൂ നന്ദിനി. വീട്ടില് അമ്മയുമായിട്ട് ചെറിയൊരു തർക്കം. ആര്? നന്ദിനിയും അമ്മയും തമ്മിലോ? അല്ല, മീനാക്ഷിയുമായിട്ട്. നീയല്ലേ പറഞ്ഞത് കൈവിട്ടു പോയതെല്ലാം നേടിത്തരുമെന്ന്? ഇവിടുന്ന് നഷ്ടപ്പെട്ട വാളും കുഞ്ഞും എന്റെ കൊച്ചുമകന്റെ ജോലിയും എല്ലാം. എന്നിട്ട് നീ എന്ത് നേടിക്കൊണ്ട് തന്നടി? ഞാൻ ഒരു തീരുമാനം എടുക്കാം. ഞാൻ ഇവിടുന്ന് പോവാ. ഇതിനൊക്കെ ഞാൻ പോകുമ്പോഴേക്കും ഉണ്ടാക്കാം. ഇവിടെ അടുത്ത് എൻ്റെ ഒരു വീടുണ്ട്. ഞാൻ കുറേ നാൾ മുമ്പ് വാങ്ങിച്ചിട്ടതാ. ഇപ്പൊ വാടകക്കാരുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.